മക്കളെ, ഇന്ന് നമുക്ക് പ്രൊഫൈൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. നാളെ നിങ്ങൾക്ക് എക്സാം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ തയ്യാറാക്കാൻ. പ്രൊഫൈൽ തയ്യാറാക്കേണ്ട ഒരു മാതൃക ആദ്യം കാണിക്കാം കേട്ടോ. പേരെഴുതാം. പേര് ഇവിടെ നീനു എന്നാണ് പേര് കൊടുത്തത്. നിങ്ങളുടെ പേരെന്താണോ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ കക്ഷ പാഞ്ച്, ഇതങ്ങനെ തന്നെ എഴുതാം, കാരണം നിങ്ങൾ 5ാം ക്ലാസ്സിലാണ്. അപ്പോൾ പാഞ്ച് എന്ന് തന്നെ എഴുതാം. GUP സ്കൂൾ ആയൂർ എന്നാണ് ഇവിടെ കൊടുത്തത്. നിങ്ങൾ GUP സ്കൂൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതാം. ഇതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് ആ സ്കൂളിൻ്റെ പേര് എഴുതാം. പിന്നെ ആയു, ഗ്യാര, അതങ്ങനെ തന്നെ എഴുതാം. 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 11 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സായിരിക്കും. അപ്പോൾ ഗ്യാരഹ് എന്ന് എഴുതാം കേട്ടോ. 10 വയസ്സാണെങ്കിൽ 10 എന്ന് എഴുതാം. ഇനി 10 ആണ് എഴുതാൻ നിങ്ങൾക്ക് 11 വയസ്സായ കുട്ടിയാണെങ്കിലും 10 എന്ന് എഴുതാനാണ് ആ കുട്ടിക്ക് പ്രയാസമില്ലാതെ എഴുതാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ 10 എന്ന് എഴുതാം. ഓക്കെ, ആയുള്ളടത്ത് എന്ത് എഴുതുക, 10 എന്ന് എഴുതാം. ഗ്യാരഹ് എന്ന് എഴുതാൻ അറിയുന്നില്ലെങ്കിൽ 10 എന്ന് എഴുതാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ പേര് ഹിന്ദിയിൽ എഴുതുക. ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ ക്ലാസ്, പാഞ്ച്, അതങ്ങനെ തന്നെ എഴുതാം. നിങ്ങൾ 5ാം ക്ലാസ്സിൽ, അപ്പോൾ പാഞ്ച് ക്ലാസ്, കക്ഷ പാഞ്ച്. സ്കൂൾ GUP സ്കൂൾ, ഇത്രയും ഇങ്ങനെ തന്നെ എഴുതുക. പിന്നെ ഇവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതാം. വയസ്സ് 11 അങ്ങനെ എഴുതാം. അത് എഴുതാൻ അറിയാത്തവർ 10 എന്ന് എഴുതാം. 11, 10. ഓക്കെ, അപ്പോൾ അതിന് പ്രൊഫൈൽ എഴുതാനുള്ള നാം ഇതാ. ഈ നാം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക. നാം എന്ന സ്ഥലത്ത് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ പേര് എന്താണ് ഇവിടെ എഴുതേണ്ടത്. നാം പറഞ്ഞ പേരാണെന്ന് അറിയില്ലേ, നിങ്ങളുടെ പേരാണ് ഇവിടെ, നിങ്ങൾ നെയിമാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. നിങ്ങളുടെ പേര് ഇവിടെ എഴുതാം. പിന്നെ ഇവിടെ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്, 5ാം ക്ലാസ് അല്ലേ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇംഗ്ലീഷിൽ എഴുതാം. നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് അതാണ് രണ്ടാമത്തതിൽ എഴുതേണ്ടത്. ഓക്കെ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ ക്ലാസ് എഴുതാം. പിന്നെ സ്കൂൾ, നിങ്ങളുടെ സ്കൂൾ എന്നാണ് വായിക്കുക കേട്ടോ. സ്കൂള് ഇവിടെ എഴുതാം. പിന്നെ അടുത്തത് ആയു പറഞ്ഞ പ്രായമാണ് കേട്ടോ. പ്രായം, വയസ്സ്, നിങ്ങളുടെ വയസ്സാണ് ആയു പറഞ്ഞതാണ് നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട്, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്, നിങ്ങളുടെ ഏജാണ് ചോദിക്കുന്നത്. ആയു കേട്ടോ. പ്രായം, വയസ്സാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ആയു എന്ന സ്ഥലത്ത് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാണിത്. നിങ്ങൾക്കിതിന് 5 മാർക്കാണ് ഉണ്ടാവുക. സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ഓരോന്ന് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. നാം എന്ന് പറഞ്ഞ പേര്, കക്ഷ പറഞ്ഞ ക്ലാസ്, സ്കൂളിൻ്റെ പേര്, ആയു, വയസ്സ്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ.